ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ വാർട്ടെക്സ്. സോറി, ഐ ആം ബാക്ക്. കുറേ നാളെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് എക്സാമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോഴും എക്സാമാണ്. ഇനി നെക്സ്റ്റ് എക്സാം ഇതിന് മുമ്പ് ഈ വീഡിയോ ഇട്ടിട്ട് ഈ സീരീസ് അങ്ങ് തീർക്കാൻ വേണ്ടിയാണ്. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇനി പെട്ടെന്ന് വീഡിയോ കാര്യങ്ങളൊക്കെ ഇടാം. കുറേ മാസമായി വീഡിയോ ഇടുന്ന 4 മാസം കണ്ടായിരുന്നു വീഡിയോ. ഗൈസ്, ഇനി നമ്മുടെ ഡ്രാഗനെ കാര്യങ്ങളൊക്കെ പോയി കൊല്ലും. അപ്പം ഞാൻ വെളിയിലേക്ക് പോവാം. കേട്ട് എത്ര ആളെ അതേ ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇവിടെ ഈ പോണ്ടൊക്കെ കുത്തി നമ്മൾ നേരത്തെ എപ്പിസോഡൊന്നും ഇല്ലായിരുന്നു. ഞാൻ പുതിയ പോണ്ടൊക്കെ കുത്തി ഗൈസ്. ഞാൻ ഒരു സാധനം കൂടെ കാണിച്ചു തരാം. പിന്നെ കുറച്ചും കൂടെ ബിൽഡ് ചെയ്തു. അതേ ഞങ്ങളുടെ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ അതേ പറഞ്ഞു നടക്കുന്നു. അത് ഇവിടെ കുതിരയെ ഇടാൻ വേണ്ടി കുതിരയ്ക്ക് ഒരു കൂടും കാര്യങ്ങളും പണിതു. അതുകൊണ്ട് കുറച്ച് ഏബിലും കാര്യങ്ങളൊക്കെ വെച്ചു. പിന്നെ നമ്മൾ മറ്റേ ആർമറും കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടി. അതൊക്കെ എടുക്കാം. ഈ സാധനങ്ങളൊക്കെ മറ്റേ ഞാനൊരു ബാസ്റ്റിൻ പോയി റെഡി ചെയ്തു. 1 അല്ല 3 ബാസ്റ്റിൻ റെഡി ചെയ്തു. അതർ പോർട്ടേഴ്സും കണ്ടുപിടിച്ചു. അത് റെഡി ചെയ്തു. കുറേ സാധനങ്ങൾ കിട്ടി. നമ്മളൊക്കെ റോബോട്ടും കാര്യങ്ങളൊക്കെ റെഡി ചെയ്യുന്നു. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കിട്ടി. അതാണ് എൻ്റെ കൈ ഇരിക്കുന്നത്. അതൊന്നും റെക്കോർഡ് ചെയ്തില്ല, റെക്കോർഡായില്ല. 3 ബാസ്റ്റിനും ഒരു പോർട്ടേഴ്സും പിന്നെ നമുക്ക് വേണ്ട എന്തർപ്പേളും കണ്ടുപിടിച്ചു. എന്തർപ്പേളും ഇതിൻ്റെ എന്തായാലും സാധനത്തിൻ്റെ പേരെന്തതടി പ്ലീസ് റോഡ് അതും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഡ്രാഗനെ കൊല്ലണം. അതിന് മുമ്പ് ഡ്രാഗനെ കൊല്ലുന്നതിന് മുമ്പായിട്ട് നമുക്ക് നമ്മളുടെ ഒരു സോഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. ഇപ്പം തന്നെ നമുക്കൊരു ഒരു അയൺ സോഡ് ആയിരിക്കും. നമ്മുടെ ഡയമണ്ട് വെച്ചിട്ട് ഒരു സോഡ് ഉണ്ടാക്കാം. അപ്പം നെതറൈറ്റ് ഉണ്ട്. അപ്പം നമുക്ക് ആ നെതറൈറ്റ് ആക്കാം. ഡയമണ്ട് ഒന്നും ഇല്ല എനിക്ക്. അതെ, ഇരിക്കുന്ന ഡയമണ്ട്. ഇത് കണ്ണ് കാണത്തില്ല. നമ്മൾ ഡയമണ്ട് എടുത്തിട്ടുണ്ട്. 2 ലെവല്. നമ്മൾ സ്റ്റിക്ക് അവിടെ കുറേ അന്ന് മഴ വെട്ടിക്കത്തുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഈ മഴയൊക്കെ വെട്ടിച്ച് എന്തിനാന്ന് പോലും എനിക്കറിയത്തില്ല. ചുമ്മാ വെറുതെ സമയം വേസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറേ ബിൽഡ് ചെയ്യാൻ വേണ്ടി പുറത്ത് ഞങ്ങൾക്ക് സീരീസ് അതിനകത്ത് സ്റ്റിക്കുണ്ട്. അത് സ്റ്റിക്ക് നമ്മളൊക്കെ എടുത്തു പോയി സൂടെ ഉണ്ടാക്കുക ഗൈസ്. സൂടിൻ്റെ നമ്മളിൽ നിന്ന് ഡ്രാഗനെ അറിയാൻ പോവുക ഗൈസ്. അത്രേ ഉള്ളൂ. മാക്സിമം സപ്പോർട്ട് ചെയ്യും. ലൈക്ക് ഒന്ന് അടിച്ച് പൊട്ടിച്ചേക്ക്. സബ്സ്ക്രൈബും ചെയ്യും. ഇതിൻ്റെ പൊക്കത്തോട്ട് കളിക്കുക. ഇവിടെടാ സാധനം മറ്റേ സാധനം ഉണ്ടാക്കുക. ആദ്യം ഡയമണ്ട് സോഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി മറ്റേ സാധനം ഇതല്ലേ, മറ്റേ സംഭവം ഉണ്ടോ അതും കൂടെ ഡയമണ്ട് അങ്ങനെ വെച്ചാൽ നമ്മൾ ആദ്യം നമ്മുടെ നെതറൈറ്റ് സോഡാക്കി. ഈ നെതറൈറ്റ് കുറേ ഉണ്ട്. നമുക്ക് ആർമറൊക്കെ ഉണ്ടാക്കുന്നു രാത്രി. ഇപ്പം കിടന്നുറങ്ങാം. അല്ലെ പിന്നെ ഈ പൊട്ടിച്ചാറുണ്ട. മാക്സിമം എല്ലാം ലൈക്ക് അടി ഗൈസ്. സപ്പോർട്ട് ചെയ്യുക. എന്തിരുത് നമ്മൾ കുറേ വുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഈ വുഡും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകാം. കാരണം പല ബിൽഡിംഗ് ബ്ലോക്കൊക്കെ കാണാമല്ലോ. നമ്മുടെ പഴയ വേസിനൊക്കെ തന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് പോയി ഫുൾ ചവറ വേസ്. ഇവിടുത്തെ സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുവച്ചു. ഇവിടെ കുറേ ചവറ് കൊടുക്കും. ചവറ് മാത്രമേ ഉള്ളൂ. എന്നിട്ട് വന്ന് കുറേ ആയി. നമ്മുടെ പണ്ടൊക്കെ ബ്ലോക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് പട്ടിക്കുട്ടി അതൊന്ന് കുഞ്ഞായി, ഇപ്പോൾ വലുതായിരുന്നു. പിന്നെ അതൊരു ചിക്കൻ ഫാം പോലെ ഉണ്ടാക്കിയത്. അതൊക്കെ പറയാനും ഗൈസ് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ബക്കറ്റ് ഉണ്ടാക്കണം ഗൈസ്. അയണൊക്കെ ഇവിടെ നമുക്കൊരു ബക്കറ്റ് ഉണ്ടാക്കണം. കാരണം അറിയാലോ ഗൈസ്, MLG ഒക്കെ ചെയ്യണമെങ്കിൽ ബക്കറ്റ് വേണമല്ലോ. അപ്പം നമുക്ക് ബക്കറ്റ് ഉണ്ടാക്കണം. ബക്കറ്റ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മുന്നിൽ തന്നെ വെള്ളം എടുക്കാം. പനിയാണ്. വെള്ളം വിലയൊക്കെ എടുത്തിട്ടുണ്ട്. പഴയ സോളൊക്കെ പൂട്ട് പുല്ല്. നമുക്ക് പിന്നെ
ഈ ബ്ലേസ് പൗഡറാക്കിയിട്ട് അതിൻ്റെ എൻ്ററേ ഉണ്ടാക്കാം ഗൈസ്. ആ സംഭവം ഉണ്ടാക്കിയല്ലേ മറ്റേ സംഭവത്തിന് പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പം IF ഉണ്ടാക്കാം. ബാക്കി 2 കൂടെ എടുത്തിട്ട് ബാക്കി കൂടെ നമുക്ക് നമ്മുടെ ഇത് ചെയ്യാം. 16 IF ഉണ്ട് ഗൈസ്. അതൊക്കെ മതി, ആവശ്യത്തിലധികമാണ്. പിന്നെ ബാക്കി ബ്ലേസ് റോഡിനകത്തോടെ ചെയ്യാം. ഇതൊക്കെ ഇത്രയും സാധനമൊക്കെ എന്തിനാണോ ഒരു പ്രയോജനം. നമ്മളിപ്പോൾ പോയി ഡ്രാഗനെ കൊല്ലും, അതുകൊണ്ട് ഇതിൻ്റെ ആവശ്യമില്ല ഒന്നും. നമുക്കൊരു ബോ വേണം, സ്നൈപ്പ് ചെയ്ത് മറ്റേ നമുക്ക് ബോ വേണം. ഒരു വീട്ടിൽ ബോയും കാര്യങ്ങളും ഉണ്ടാക്കി നമ്മളത് ഇവിടെ നമുക്ക് നമ്മുടെ IF എടുത്തല്ലേ IF എടുത്തരും. എന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോയിട്ട് ഞാൻ അങ്ങോട്ടായി. അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് ഇത് വന്നു കുറേ നമുക്ക് 1000 ബ്ലോക്ക് കണ്ടു വന്നു. ഇവിടെ തീനി ഇപ്പോൾ എറിഞ്ഞപ്പോൾ ഈ കിണറിനടിയിലോട്ട് പോകാനാണ് പറയുന്നത്. പൈസ കിണറിനടിയിലോട്ട് കുഴിക്കാം. ഇത് കിണറിനടിയിലോട്ട് കുഴിക്കണം, ഡ്രാഗനെ കൊല്ലണം, ഇരയിട്ട് എടുക്കണമൊക്കെ ഉണ്ട്. നോക്കാം ഗൈസ്, നോക്കാം. ഗൈസ് നമ്മളെത്തി. നമ്മളങ്ങനെ തീർന്നു പോയി. അതേപോലെ ഞാനിതൊന്ന് കുഴിച്ചോട്ടെ. ഇത് അടിയിലോട്ടാണ് തോന്നുന്നത്. അതെ, ഇതിൻ്റെ അടിയിലോട്ടാണ് സംഭവം. ഇതിൻ്റെ അടിയിലാണ്. ഉയ്യോനെ നോക്കല്ലേ, സോംബി ഇറങ്ങി. അതുകൊണ്ട് അവിടെ ബ്ലോക്ക് വെച്ചിരിക്കാം. ഈ മച്ചാനെ കണ്ണി നോക്കിയപ്പോൾ ഞാൻ അടിച്ച് കൂഫാനാക്കും. ടോർച്ചൊക്കെ ആയിട്ട് നമ്മളെ വന്ന് അറിയാലോ. ഇവിടെ ഇരുട്ടാൻ നമുക്കറിയാലോ. ഇതിപ്പം എങ്ങോട്ടാ പോകുന്നത്? കുറേ വഴി. എൻ്റെ വന്നത് എതിരെ പോയാലും ഇവിടെ എത്തും. ആ സാധനം കണ്ടുപിടിക്കാൻ എനിക്ക് അതാണ് ഒരു തേങ്ങയില്ല. ഇവിടെ ഒരു തേങ്ങയില്ലേ? ചുമ്മാ ഇവിടെ ഒന്നും. എന്താണിത്? ഇവിടെ തന്നെ ഫുള്ള് ഒന്നുമില്ല. ഇവിടെ ഫുൾ ഡെഡ് മാത്രമേ ഉള്ളൂ. ഈ മുമ്പിലോട്ട് പോകണം ഗൈസ്. അതല്ലാതെ ഇവിടെ ലൈബ്രറി. ഇവിടെ ലൈബ്രറി ഉണ്ട് ഗൈസ്. നമുക്ക് മറ്റേ ഇവിടെ എന്തോ ചെസ്റ്റും കാണില്ലേ? ചെസ്റ്റിനകത്തെന്തോ അതിൻ്റെ പേരെന്തായിരുന്നു? സാധനത്തിൻ്റെ പേരെന്നെ ഒരു ഇത് തന്നെ അതിൻ്റെ പേര് മാർമട്ടർ. ഒരു ചെസ്റ്റും കൊണ്ടോ അത് പൊക്കത്തം കണ്ട ഒരു ചെസ്റ്റും കൊണ്ട്. ഈ ബുക്കെല്ലാം എടുത്ത് വെച്ചിരിക്കുന്നത്. ഈ ബുക്ക് പുതിയ അപ്ഡേറ്റ് വന്നുകൊണ്ട് ഈ സാധനത്തിൻ്റെ പേരാണ്. എൻ്റെ പേരെന്നെ ബണ്ടിലിനകത്തൊരു സാധനം എല്ലാം കൂടെ കയറ്റി കണ്ട് പറ്റുന്നുണ്ട്. കാരണം ഇൻവെൻറ്ററിയും കാര്യങ്ങളൊക്കെ ക്ലീനാക്കി വെക്കാം. പിന്നെ കുഴപ്പമില്ല, ബുക്കും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചേക്കാം. ഇനി ഒരെണ്ണമുണ്ട്, ഒരു ചെസ്റ്റും കൂടെ ഉണ്ടല്ലോ മേളിൽ. അപ്പോൾ ആ ചെസ്റ്റും കൂടെ ഡ്യൂട്ടി ചെയ്തിട്ട് നമുക്ക് ഡ്രാഗനെ കൊല്ലാൻ പോകാം. അതെവിടെയാണ്? ഇവിടെ ലാഡറുണ്ട്, അതിൽ കൂടെ കയറി എന്ത് ജസ്റ്റ് ഈ സൈഡിൽ ഇവിടെ ഇല്ല, അതേ ഇരിക്കുന്നു. ഈ ബ്ലോക്ക് ഔട്ടിക്കട്ടെ. ജസ്റ്റിനകത്ത് വലിയ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നോക്കിയിരിക്കും. ഇതിനകത്തൊരു ആർമട്ടറുമുണ്ട്, ബുക്കും പേപ്പർ ആർക്ക് എഴുതി പഠിക്കാനോ ഇത്രയും ബുക്കും ബുക്കെല്ലാം അടുത്ത് ചെയ്യാൻ ഇൻവെൻറ്ററി ഉണ്ടല്ലോ, വെറുതെ കളയണ്ട, എല്ലാം എടുത്ത് ചെയ്യാം. ഇനി നമുക്ക് താഴോട്ടാണ് ഗൈസ്. മറ്റേ സ്ട്രോങ് ഹോൾഡിൻ്റെ ആ സംഭവം കണ്ടുപിടിക്കണം. അവരെല്ലാം കൂടെ എടുക്കുന്നുണ്ട്. താഴോട്ടിറങ്ങിയിട്ട് മറ്റേ സംഭവം കണ്ടുപിടിക്കണം. ഏതാ അതിൻ്റെ പേര്? എൻ്റെ ബോട്ടിൽ കണ്ടുപിടിച്ചിട്ട് അതെവിടെ പോയി കണ്ടുപിടിക്കും? ഇത് ഫുള്ള് മെനക്കേടാണ് കണ്ടുപിടിക്കുക. അപ്പോൾ ഞാൻ അതൊന്ന് കണ്ടുപിടിച്ചിരിക്കുന്ന അപ്ഡേറ്റ് ഞാൻ അത് കണ്ടുപിടിക്കുകയും ചെയ്തു. ചാടി എൻ്റെ വന്ന് പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ വീട് നാട്ടിൽ കൊണ്ട് എല്ലാം പോയി അറിയത്തില്ല. അങ്ങനെ ഭയങ്കര വാറായി.
ഞാനൊക്കെ ഒറ്റടിക്ക് വറച്ച് കോയിലുണ്ട്. പക്ഷെ അത് ബാങ്കാക്കിയിട്ട് മുന്നോട്ട് കാണാം. 69 ഇഷ്ടമാക്കി ഞാൻ മേലോട്ട് ഇതൊക്കെ കയറി ഡ്രാഗനൊക്കെ തീർത്ത് അതൊക്കെ അത്രേ ഉള്ളൂ. പിന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. ഡ്രാഗൻ ഉണ്ട്. നമുക്ക് ഓരോരോ പില്ലറിലെ വല്ല സംഭവം പൊട്ടിക്കുക അമ്പൊക്കെ ആയിട്ടാണ്. പിന്നെ അറിയാലോ പുതിയ എന്താ പോയാൽ ഒറ്റടിക്കൊക്കെ സംഭവം പൊട്ടിക്കുക കാണിച്ചു തരാം. അയ്യോ ഫസ്റ്റ് ഇത് ഈ ചെറുത് പൊട്ടിയ ഫസ്റ്റ് ട്രൈ പൊട്ടി കിടക്കും. ശരി അതേ ഉണ്ടോ അവൻ അവിടെ നിന്നാൽ ഇവിടെ വന്നിട്ട് എന്നെ അടിച്ചിട്ട് പോകും. ഞാൻ ഒരു ഇടിയും അത് നമുക്ക് അതിനെ വേണ്ടി പില്ലർ ചെയ്ത് തന്നെ പിന്നെ സോറി അതിൻ്റെ മേലോട്ട് അതേക്ക് ഡ്രാഗൻ അത് വ്യൂ വരുന്ന കിട്ടി ഞാൻ അതിൻ്റെ നല്ല കിട്ടിയ കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ മേലോട്ട് ബ്ലോക്ക് വെച്ച് കയറി ഇവിടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടേക്കാം. അപ്പം നമ്മൾ ഡയറക്റ്റ് വീഴണമെങ്കിൽ അങ്ങനെ ഒരു വെള്ളത്തിലേക്ക് വീണിട്ട് ഡാമേജ് കിട്ടത്തില്ല. നമുക്ക് മേളിൽ അല്ല തിരിച്ചറിയാനും ബ്ലോക്ക് പൊട്ടിച്ചൊട്ടിച്ചിറങ്ങാൻ ഇത് ധാരട്ടെടുത്ത് വെള്ളത്തോട്ട് ചാടിയാൽ മതി. അത് മേലോട്ട് വോയിസ് ഓടി എല്ലാവരും വോയിസ് ഓടിയുന്നത് അപ്പോൾ അതിൻ്റെതായ പ്രശ്നമുണ്ട്. ജസ്റ്റ് ചെയ്യും ഇത് ബ്ലോക്ക് വെച്ചിട്ട് കിട്ടും ധാരട്ട് വെള്ളം സൂപ്പർ ബലേബേഷ് ഡ്രാഗൻ അടിച്ച് താരിട്ട് ഞാൻ വാങ്ങാം. ഞാൻ തിരിച്ച് വന്നു. എല്ലാ സാധനവും എടുത്തു. മറ്റേ ഡ്രാഗൻ വന്നിരിക്കുന്ന അടി വന്നിപ്പോൾ എല്ലാ പില്ലറും പൊട്ടിച്ചു. ഞാൻ താരിട്ടുണ്ടാകുന്ന വെട്ടി അറിയാൻ ഭയങ്കരമായിട്ട് മാക്സിമാണ്ട് കിട്ടുന്ന ലൈഫ് പറന്നു. അവിടെ ഫുള്ള് തുപ്പിയിട്ടിട്ട് അവൻ പറന്നു. അവനാണ് എന്നെ അവിടെ തന്നെ കാണാനുള്ള പോയത്. പിന്നെ അവിടെ വീണ്ടും വന്ന് ഞാൻ അവിടെ റീസ്പോൺ സെറ്റ് ചെയ്തിട്ട് വന്നുകൊണ്ട് അവിടെ ആ സ്ട്രോങ് ഹോൾഡിൽ തന്നെ പിന്നെ കുഴപ്പമില്ല. എല്ലാം കൂടി എടുത്ത് എറിയുന്നു. ആയിട്ടൊന്നും കൂടെ വാടാ ഇവിടെ വാടാ പെട്ടെന്ന് വാടാ. ഏത് അടിക്കുന്നില്ല തീർക്കണം. ഇതിന് തല അടിച്ചാൽ ലൈഫ് ഉള്ളു കയറ്റും. എൻ്റെ വാക്കുകൾ കഴിച്ചാൽ അത്രയ്ക്ക് ലൈഫ് പോകുന്നു. തലയിൽ തന്നെ പകുതി ലൈഫ് ആക്കിയിട്ടുണ്ട്. ഞാൻ കുറച്ചധികം കൊടുത്താൽ തീർക്കും. ഇവനാണെന്ന് ഇത്ര താമസിയാണ് പെട്ടെന്ന് നാടി സ്ലോയാണ്. ഡിപ്പിൽ പോകുന്നിടം വരെ ഡ്രാഗൺ ബർത്ത് പോകുന്നിടം വരെയാണ് പാടപ്പോകത്തില്ല. ഇവിടെ അല്ലെ അവനാണ് അടിച്ച് നമ്മളെ പാർക്കും. ബ്ലോക്ക് എന്ത് ഡ്രാഗൺ എന്നാണോ കാണിച്ചത് ലൈഫെല്ലാം കൂടെ കവർ ചെയ്യല്ലേ. ഞാൻ വീണ്ടും അടിച്ച് പുറത്തുനിന്ന് എന്താണ് ഇപ്പോൾ വെറുതെ ലൈഫ് അവനെന്നെ അടിച്ചില്ല എല്ലാവരും അതുകൊണ്ടാക്കിയത്. ഈ ലൈഫ് കൊടുട്ടെ ലൈഫ് കയറി മച്ചാൻ അവിടെ ഇപ്പോൾ ഉണ്ട്. അതൊക്കെ ബോധമോ വരുന്നു കണ്ടോ. അതെൻ്റെ ബ്ലോക്ക് കൊണ്ടുപോയി എന്നെ കൊണ്ട് അത് ആ തുപ്പിലുണ്ടായ ലൈഫ് പോയി. നമ്മളെ നേരെ എല്ലാം ഉണ്ടായോ. ഈ വലിയ കാക്കേനൊക്കെ കൊല്ലാൻ എന്ത് പാടാണ്. പക്ഷേ തോതോ ഒന്നും കൂടെ നമുക്ക് അവനെ ആരോഗ്യത്തിൽ നിന്നിട്ട് അവനെ കൊല്ലാം. ഗൈസ് ക്രൗച്ച് ചെയ്തിരിക്കാം. ഇതുണ്ടോ ഇവന്മാരുടെ കാര്യം അവരെക്കാളും വലിയ ശല്യം ഇവന്മാരാണല്ലോ. ദൈവം മാറിപ്പാ അവൻ വിളിച്ചേക്ക് പുറകെ തന്നെ പുറകെ നിൽക്കാൻ. അതോ അതേ സൂപ്പർ
ഒരു ലോഡ് എൻഡർമാൻ. അയ്യോ ചത്ത് എൻഡർമാൻ അടിക്കുന്നു, ഡ്രാഗൺ തുപ്പുന്നു. ഞാൻ തല്ലി കൊള്ളിയോ. അയ്യോ ഡ്രാഗനെ കൊല്ലാൻ വേണ്ടി എൻഡർമാൻ്റെ കഴിഞ്ഞിട്ട് ചാവേണ്ട അവസ്ഥയാണല്ലോ. പോടാ മതി. ചത്ത് എൻഡർപ്പഴം തന്നു നല്ലവൻ. വീണ്ടും നോക്കാം. ലൈഫ് ഡ്രാഗനെ എൻഡർമാൻ്റെ കഴിഞ്ഞ് കൊല്ലം ചാവണം. അങ്ങനെ ഞാൻ കുറേ നേരം അവിടെ നിന്നു. എന്നിട്ട് വേറെ ബ്ലോക്കൊക്കെ വെച്ചിട്ട് ഒരു വെറൈറ്റി രീതിയിലാണ് ഡ്രാഗനെ കൊന്നത്. ഇങ്ങനെ ഒരു ഇത് കണ്ടത് ചുമ്മാ ഇങ്ങനെ ഒരു എന്താ ഇങ്ങനെ അവൻ ഓരോ നേരെ നമ്മളെ കണ്ടുവരുമ്പോൾ നമ്മുടെ ബ്ലോക്ക് നേരത്തെ ഡിലീറ്റ് ആക്കി കളയും. വീണ്ടും ബ്ലോക്ക് വെക്കും, അതിനധികം വരുമ്പോൾ വരാൻ വിടും. അങ്ങനെ വിട്ട് ഞാൻ ഒരു ചാനൽ പോലെ ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് നിന്ന് വിട്ടിട്ട് അവൻ്റെ ഫുൾ കണ്ടത് കുറേ നേരം എൻ്റെ ഇഷ്ടം പോലെ മുട്ട തിന്നു. അവനാണെങ്കിൽ വരും ഡിലീറ്റ് ചെയ്തത്. ഞാൻ ശരിക്ക് അമ്പൂട്ട് ഇങ്ങനെയൊന്നും ആരെ നേരത്തെ രാഗനെ കൊണ്ടിട്ടുണ്ടോ പോലും അതിൻ്റെ എൻഡർമാൻ ഭയങ്കര മുതുശല്യ എൻഡർമാൻ ചുമ്മാ ഡ്രാഗനേക്കാൾ വലിയ ഡ്രാഗനൊക്കെ അങ്ങനെ തീർത്ത് വരുന്നുണ്ട്. ഡ്രാഗൻ ചാവുന്ന രീതി ആനിമേഷൻ പോലും കാണാൻ പറ്റില്ല. ഈ എൻഡർമാന്മാരെ ശാസിച്ചില്ല വെളിയിലിറങ്ങി അമാരെന്നെ കിട്ടും. അതേപോലെ ഒരു വെറൈറ്റി രീതിയിലൊക്കെ ഡ്രാഗനെ കൊന്നത്. ഇങ്ങനെയൊക്കെ ആരെങ്കിലും കൊന്നിട്ടുണ്ടെന്ന് പോലും എൻ്റെ പോണം. ഈ നോക്കുന്നേക്ക് എത്തി നോക്കി ഒളിഞ്ഞു നോക്കുന്നു. ഒന്നില്ല ഇവിടെ അല്ലെങ്കിൽ പോയി ഒന്ന് നോക്കട്ടെ. ഇറങ്ങി നോക്കടാം. അതേപോലെ ഇറങ്ങി പോയി. നമ്മുടെ XP കിടപ്പുണ്ട്. നമുക്ക് XP എടുക്കാം. ഇതെല്ലാം എൻ്റെ 68 ലെവൽ. നമുക്ക് ഈ ഡ്രാഗൺ എഗ്ഗും കൂടെ എടുത്തിട്ട് തിരിച്ച് നമ്മുടെ ഓവർ വെല്ലിലിട്ട് പോകാം. പ്ലീസ് ഇന്ത്യ ഡ്രാഗനൊക്കെ ഇവിടെ ഉണ്ട്. 2 ബ്ലോക്ക് പൊട്ട്. അതും ഈ ബ്ലോക്ക് നമ്മൾ പൊട്ടിച്ചിട്ട് അടിയിൽ ടോർച്ച് വെച്ചാൽ പോരെ. അടിയിൽ ടോർച്ച് വെച്ച് ഇത് പൊടിച്ചാൽ പോരെ. പൊട്ട് അങ്ങനെ ഡ്രാഗനൊക്കെ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. നമുക്ക് ഇത് താഴ്ട്ട് വേണം. എലൈറ്റർ ഒന്നും എടുക്കാൻ നിൽക്കുന്നില്ല ടൈമില്ല. നമുക്ക് നാളെ തിരിച്ച് എല്ലാം എടുത്ത് താഴ്ട്ട് അടിക്കാം. അങ്ങനെ നമ്മൾ ഗെയിം ഇവിടെ തീർത്തിരിക്കുന്നു. സക്സസ്ഫുള്ളി കംപ്ലീറ്റ്. വന്നു ഓരോട് നമ്മുടെ ഡ്രാഗനെയും കാര്യങ്ങളും ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ചാവറെല്ലാം കൂടി പെട്ടിക്കത് ചുമ്മാ ഇട്ടിരിക്കണം. അവൻ എപ്പോഴും തുറന്നു നോക്കുന്നതല്ലേ. പ്രാവശ്യം തുറന്നു നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ അതിനകത്തിരിക്കട്ടെ. അപ്പം നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മുടെ റോബോട്ടിനെ കൊടുത്തിട്ട് നമുക്ക് ഈ വേൾഡ് നമുക്ക് സീരീസ് എൻ്റെ കേസ് കുറേ ആയി എപ്പിസോഡ് ഇട്ട് അറിയാം. ഇനി പെട്ടെന്ന് എപ്പിസോഡ് ഇടാം. അത് അവനതും പറകിക്കൊണ്ട് ഇതേ പോകുന്നു. എങ്ങോട്ട് പോകുന്നുണ്ടാണ് നീ? അവൻ എങ്ങോട്ട് പോട്ടെ. ഇതെവിടെ പോകുന്നു? അങ്ങനെ ഡ്രാഗനും കാര്യങ്ങളൊക്കെ വന്നു. ഈ സീരീസ് ഇവിടെ നിന്ന് അതിൻ്റെ അത് പുതിയ സീരീസ് ക്രിയേറ്റ് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യണം. ഇത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പെട്ടെന്ന് വീട്ടിൽ ശ്രമിക്കാം. വോയിസിൻ്റെ കുറച്ച് പ്രശ്നമുണ്ട്. ഒക്കെ നിങ്ങൾ സഹിക്കുക, സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക. അടുത്ത പെട്ടെന്ന് തന്നെ സീരീസ് ഇടാം. പുതിയ വീഡിയോ പെട്ടെന്ന് എഴുതുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.